10Dയിലെ മീനാക്ഷി ഓഫീസിലേക്ക് വരാൻ പറയും. ശരി. ശ്രീഹരി, ഞാൻ നടത്തുന്ന പരീക്ഷണത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു പാർട്ടാണ് സുധാമണി. അവരെ ഈ സ്കൂളിൽ നിലനിർത്താനും പഠിപ്പിക്കാനുമായി ഏത് എക്സ്റ്റന്റ് വരെയും പോകണം. ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി ഒന്ന് കടന്നു കിട്ടാൻ സുധാമണി പറഞ്ഞ ആശയം വളരെ ഗുണം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. വേറൊന്നും നോക്കണ്ട, നമുക്കതൊന്ന് പയറ്റി നോക്കാം. എന്തു പറയുന്നു സർ? നോക്കാം. 1 സെക്കൻഡ് സർ. സർ, ഷീസ് കമ്മിങ്. ആർ യു റെഡി? യെസ്. ഇതവർ അമ്മയും മകളും തമ്മിലുള്ള ഇന്റേണൽ കോൺഫ്ലിക്റ്റ് ആണ്. ഇക്കാര്യത്തിൽ സ്കൂൾ അധികൃതർ ഇടപെടേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സുധാമണി പഠിക്കുന്നതിൽ മീനാക്ഷിക്ക് വിരോധമുണ്ടെങ്കിൽ മീനാക്ഷിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുകയാണ് വേണ്ടത്. മാത്രമല്ല, ഇക്കാര്യത്തിൽ സുധാമണിയുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല സർ. മീനാക്ഷിയെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്നതോടുകൂടി ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരമാകും. മാത്രമല്ല, സുധാമണിക്ക് കൂടുതൽ ക്ലാസുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് അത് എത്രയും വേഗം ചെയ്യണമെന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം. May I come in, sir? Yes, come in, Meenakshi. Any problem, sir? No. No problem. Have a seat. No, sir. Thank you. മീനാക്ഷിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉണ്ടോ? ഇല്ല, സർ. കുടിക്കാൻ വെള്ളം വേണം? വേണ്ട, സർ. Are you comfortable? Yes, sir. Okay. Come to the point. മീനാക്ഷിയുടെ അമ്മ സുധാമണിക്ക് ഞങ്ങൾ ഈ സ്കൂളിൽ നിന്ന് കൊടുത്ത അഡ്മിഷൻ വിഡ്രോ ചെയ്യണമെന്ന് സുധാമണി തന്നെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. മീനാക്ഷിയുടെ ഭീഷണിയാണ് സ്റ്റഡീസ് ഡിസ്കണ്ടിന്യൂ ചെയ്തതിന് കാരണമായി സുധാമണി പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ തന്റെ അമ്മയുടെ 9th സ്റ്റാൻഡേർഡിന്റെ മാർക്ക് ലിസ്റ്റ് പരിശോധിച്ചു. അവരാ സ്കൂളിലെ ആ വർഷത്തെ ടോപ്പറായിരുന്നു. 9th മീനാക്ഷിയുടെ പെർസെന്റേജ് എത്രയായിരുന്നു? ഓൺലി 48% സാർ. അതുകൊണ്ട് സുധാമണിയുടെ റിക്വസ്റ്റ് നമുക്ക് പുനഃപരിശോധിക്കണം സാർ. സാർ എന്താ പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ രണ്ടുപേരും സ്കൂളിൽ പഠിക്കണമെന്ന് തന്നെയാണ് മാനേജ്മെന്റ് ആഗ്രഹിക്കുന്നത്. ഇനി സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അതിലൊരാളെ ചൂസ് ചെയ്യേണ്ടി വരികയാണെങ്കിൽ സുധാമണി തന്നെയായിരിക്കും ബെറ്റർ ചോയ്സ്. അബ്സല്യൂട്ട്ലി റൈറ്റ് സാർ. ഞങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയെന്ന് ചോദിച്ചാൽ, ആ കാലത്ത് സുധാമണിയുടെ മാർക്സ് ഇപ്പോഴുള്ള തന്റെ മാർക്സിനേക്കാൾ കൂടുതലാണ്. മാത്രമല്ല, പഠിത്തത്തിന്റെ കാര്യത്തിൽ തന്നെക്കാൾ കൂടുതൽ വ്യഗ്രതയും ആവേശവും ഉണ്ട് അവർക്ക്. അതുകൂടാതെ സുധാമണിയെ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് സ്കൂൾ മാനേജ്മെന്റ് നിറവേറ്റുന്നത് ഒരു സാമൂഹികമായ ഉത്തരവാദിത്തം കൂടിയാണ്. അതിന്റെ പേരിൽ സുധാമണിക്ക് കിട്ടേണ്ട പബ്ലിസിറ്റി നമ്മളായിട്ട് തടയേണ്ട കാര്യമില്ലല്ലോ. എന്തുകൊണ്ടും സുധാമണി തന്നെയാണ് ഇക്കാര്യത്തിൽ ഡിസർവിംഗ് കാൻഡിഡേറ്റ്. സർ, എന്റെ അമ്മ കണ്ണൂരിലെ ഒരു കുഗ്രാമത്തില് മലയാളം മീഡിയം സ്കൂളിൽ ഒരു ടോപ്പർ ആയിരുന്നു. ആ റിസൾട്ട് എങ്ങനെയാണ് സാർ ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വർക്ക്ഔട്ട് ആവുക? അമ്മയ്ക്ക് ഒരിക്കലും ഇപ്പോഴത്തെ സിലബസുമായും ഇംഗ്ലീഷ് ലാംഗ്വേജുമായും പൊരുത്തപ്പെടാൻ പറ്റില്ല. അമ്മ ഉറപ്പായും പരീക്ഷയിൽ തോക്കും സാർ. അത് നമ്മുടെ സ്കൂളിന്റെ ടോട്ടൽ റിസൾട്ടിനെ ബാധിക്കും. അമ്മ കാരണം നമ്മുടെ സ്കൂളിന് ചീത്തപ്പേരുണ്ടാവും. ഓ, റിയലി? 100%. സാർ, ഞാൻ പറയുന്നത് ദയവായി ഒന്ന് വിശ്വസിക്കണം. അമ്മയ്ക്ക് ഇതുമായി യോജിച്ചു പോകാനുള്ള കഴിവില്ലെന്നറിഞ്ഞ് അമ്മ സ്വയം പഠിത്തം നിർത്താൻ തീരുമാനിച്ചതാണ്. അതിൽ എനിക്ക് ഒരു പങ്കുമില്ല സാർ. ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ച ഒരാൾ തന്റെ ലക്ഷ്യത്തിനിടയിൽ ഇങ്ങനൊരു തടസ്സം ഉണ്ടാകുമെന്ന് മുൻകൂട്ടി ചിന്തിക്കില്ലേ? അത്ര ചിന്താശേഷിയില്ലാതെ അവർ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെടുമോ? സുധാമണിയുടെ സ്വപ്നത്തിന് ആരോ തടയിട്ടത് തന്നെയാണ്. അതുകൊണ്ട് അവരെ തിരിച്ചു കൊണ്ടുവരണം തന്നെയാണ് മാനേജ്മെന്റ് തീരുമാനം. അപ്പോ ഞാൻ എന്ത് ചെയ്യും സർ? ദാറ്റ്സ് വെരി സിമ്പിൾ. ഒരു 1 ഇയർ ഡ്രോപ്പ് എടുത്തോളൂ. ഇവിടെ നിന്ന് TC വാങ്ങി മറ്റേതെങ്കിലും സ്കൂളിൽ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ 1 വർഷത്തേക്ക് കറസ്പോണ്ടൻസ് ചെയ്യാം. യു ക്യാൻ ഡു എനിത്തിങ്. പക്ഷേ സുധാമണിയുടെ കാര്യം അങ്ങനെയല്ല.
അവർക്ക് വേറെ ചോയ്സ് ഇല്ല. ശരിയല്ലേ സാർ? യു ആർ റൈറ്റ്. സർ, ദയവ് ഇത് അങ്ങനെ പറയരുത്. ഞാൻ കഷ്ടപ്പെട്ട് പഠിച്ചോളാം. കൂടാതെ ഞാൻ വിക്ടറി കോച്ചിങ് സെന്ററിൽ ട്യൂഷനും ചേർന്നിട്ടുണ്ട്. ഓ, അതെന്തായാലും നന്നായി. അവിടെ കൊടുത്ത ഫീസ് സുധാമണിയുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ആ കോച്ചിങ് സെന്ററിന്റെ ഉടമ എന്റെ സുഹൃത്താണ്. തന്റെ സ്ഥാനത്ത് സുധാമണിയോടെ പഠിക്കട്ടെ. അതൊരു നല്ല തീരുമാനമാണ് സാർ. സർ, ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അപ്പൊ എന്റെ ലൈഫിനും കരിയറിനും നിങ്ങൾ ഒരു വിലയും കൽപ്പിക്കുന്നില്ലേ? അമ്മ ഇവിടെ പഠിപ്പിക്കാനായി നിങ്ങൾ എന്നെ ഈ സ്കൂളിൽ നിന്ന് പറഞ്ഞു വിടുവാണോ? നീ നിന്റെ അമ്മയെ ഈ സ്കൂളിൽ നിന്ന് തുരത്തി ഓടിച്ചില്ലേ? നിന്റെ ഈഗോ ജയിക്കാനായി. സർ, മീനാക്ഷിയുടെ ചോദ്യത്തിലും ന്യായമുണ്ട്. അവൾക്കും സ്വന്തം ഭാവി പ്രധാനമല്ലേ? സുധാമണിയെ മീനാക്ഷിയും ഒരേ സമയം എങ്ങനെ ഈ സ്കൂളിൽ അക്കോമഡേറ്റ് ചെയ്യാമെന്ന് നമുക്ക് ചിന്തിച്ചൂടെ? സാമം ദാനം ഭേദം ദണ്ണം ഇതെല്ലാം എന്റെ മോള് മാറി മാറി പ്രയോഗിക്കും എന്നോ സ്കൂളിൽ നിന്ന് പുറത്താക്കാൻ. പക്ഷെ നമ്മളെ ഈ പ്ലാനിൽ നോള് സ്ട്രക്കായി പോകും. സ്ട്രക്കല്ല, സ്റ്റക്ക്. അത് ഉറപ്പായിട്ട് ഓളതായി പോകും. അതെന്താ ഇത്രയ്ക്ക് ഉറപ്പ്? ഓള് എന്റെ മോളല്ലേ സാറേ? ഈ ചോര തന്നെയല്ലേ ഓളെ ശരീരത്തിൽ ഓടുന്നു. ഓളെ മനസ്സിൽ എന്താന്ന് ഓളെ മുഖത്ത് നോക്കിയാ എനക്കറിയാം. ഓഹോ, അതില് എനിക്കത്ര വിശ്വാസമൊന്നും പോരാ. നമ്മള് പ്ലാൻ നടപ്പിലായി കഴിയുമ്പോ സാറിന് വിശ്വാസം വരും. നോക്കോ, ഞാനും ഓളും ഒരിക്കലും സ്കൂളിൽ ഒന്നിച്ച് പഠിക്കൂലെന്ന് ഓള് തറപ്പിച്ച് പറയും. അപ്പൊ സാറിന്റെ ടോൺ ഒന്ന് മാറ്റിപ്പിടിക്കണം. സർ, എന്നെ എന്റെ അമ്മയെ ഒരുമിച്ച് ഇവിടെ പഠിപ്പിക്കരുത് സർ. അത് നീ തീരുമാനിക്കേണ്ട കാര്യമല്ല മീനാക്ഷി. പക്ഷേ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാവില്ലേ സാർ? ഒരു വഴിയുണ്ട് കുഞ്ഞെ. നീയല്ലേ പറഞ്ഞത് നിന്റെ അമ്മ കണ്ണൂരിൽ ഒരു കുഗ്രാമത്തിൽ പഠിച്ചതാണ്, നമ്മുടെ സ്കൂളുമായി ഒരിക്കലും ഒത്തുചേർന്ന് പോകാൻ കഴിയില്ല, പരീക്ഷ എഴുതി ജയിക്കാൻ കഴിയില്ല എന്നൊക്കെ? 3 മാസം കഴിയുമ്പോൾ ആദ്യത്തെ ഇന്റേണൽ എക്സാം നടക്കും. പരീക്ഷണാടിസ്ഥാനത്തിൽ 3 മാസം സുധാമണി ഇവിടെ പഠിക്കട്ടെ. എക്സാമിൽ സുധാമണി പരാജയപ്പെട്ടാൽ നമുക്ക് അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കാം. എന്താ? ദാറ്റ്സ് എ ഗ്രേറ്റ് ഐഡിയ സർ. എന്താ, ഓക്കെ അല്ലേ? ഞാൻ ഒരിക്കലും ആ ടെസ്റ്റ് പാസ്സാവുന്ന ഓള് പ്രതീക്ഷിക്കൂല. അതുകൊണ്ട് ഓളിത് സമ്മതിക്കും. എന്റെ കാര്യത്തിലും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. അത് ശരി. അപ്പൊ സ്വയം തടിത്തപ്പാനുള്ള മാർഗോ പറഞ്ഞു വരുന്നത് അല്ലേ? അയ്യോ, ഒരിക്കലും അല്ല സാറേ. അവസരം കിട്ടിയ ഞാൻ എന്റെ പരമാവധി ശ്രമിക്കാം. There you are. I am there. അപ്പോ അടുത്ത സ്റ്റെപ്പ് മാനേജ്മെന്റ് ഭാഗത്ത് നിന്ന് ഒരു കണ്ടീഷൻ കൂടെ ബാക്കിയുണ്ട് മീനാക്ഷി. ഇപ്പൊ കിട്ടുന്ന ഈ 3 മാസത്തെ ഇടവേളയിൽ മീനാക്ഷിയും നല്ലവണ്ണം പഠിക്കണം. നിനക്ക് ട്യൂഷൻ ഉള്ളതിനാൽ 80% മാർക്ക് വാങ്ങി നീയും നിന്റെ കഴിവ് തെളിയിക്കണം. 80%? ആ, അതെ. ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് നമ്മൾ പാസ് മാർക്കിന്റെ ടാർഗറ്റ് കൊടുക്കുമ്പോൾ എല്ലാം അറിയുന്ന, അതിനു മുകളിൽ ട്യൂഷനുമുള്ള മീനാക്ഷിയെ പോലെ വൈബ്രന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് മിനിമം 80% ചലഞ്ചെങ്കിലും തരണ്ടേ? മീനാക്ഷി പുറത്തൊരു ട്യൂഷൻ സെന്ററില് കോച്ചിങ്ങിന് പോകുന്നുണ്ട്. കുറച്ചും കൂടി ഓള് പഠിത്തത്തിൽ ശ്രദ്ധിച്ചാ ഓള് ചിലപ്പോ നല്ല മാർക്ക് വാങ്ങിക്കും. എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ഉറപ്പായിട്ടും ഓൾ ഒരു 80% മാർക്കെങ്കിലും വാങ്ങിക്കും. ഒരു കുഗ്രാമത്തിലെ സ്കൂളില് മലയാളം മീഡിയം പഠിച്ച എനക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് കുറച്ച് വിശ്വസിക്കുന്നുണ്ടാവും. പരീക്ഷയിൽ ഞാൻ ഒരിക്കലും പാസ്സാവില്ലാന്ന് മീനാക്ഷി വിചാരിക്കുന്നോണ്ട് സാറ് പറയുന്ന നിബന്ധന ഓൾ ഓക്കേന്ന് പറയും. ഈ 3 മാസത്തെ ഗ്യാപ്പില് എനിക്ക് ബാലുവിന്റെ കല്യാണം മനസമാധാനത്തോടു കൂടി നടത്താനുള്ള ഒരു അവസരവും ഉണ്ടാവും. നമ്മുടെ സ്കൂളിലെ സൈക്കോളജി ടീച്ചറിന്റെ ഒരു ഒഴിവുണ്ടോ എന്ന് നോക്കട്ടെ. ഞാൻ പഠിച്ചൊരു ഡിഗ്രിയെല്ലാം എടുക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം.
ഞാൻ തയ്യാറാണ് സർ. ഐ അക്സെപ്റ്റ് ദിസ് ചലഞ്ച്. സാറ് പറയുന്ന എല്ലാ നിബന്ധനകളും ഞാൻ അംഗീകരിക്കുന്നു. എനിക്ക് 100% ഉറപ്പുണ്ട് ഇന്റേണൽ എക്സാമിൽ എന്റെ അമ്മ ഉറപ്പായും പരാജയപ്പെടും. പക്ഷെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്താ സാർ ഈ പറഞ്ഞ 80% മാർക്ക് എനിക്ക് അച്ചീവ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഗുഡ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യു ക്യാൻ ഗോ. എന്റെ പ്ലാൻ വർക്കൗട്ട് ആയാലേ നമ്മളെ സൗഹൃദം വീണ്ടും തുടങ്ങും. മീനുവിനോട് ഇങ്ങനൊരു കളി കളിക്കേണ്ടി വന്നതില് സത്യം പറഞ്ഞ കഷ്ടായിപ്പോയി. പക്ഷെ വേറെ ഒരു വഴിയും എന്റെ മുമ്പിൽ ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ചില നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെയെല്ലാം ചില കുരുട്ട് ബുദ്ധി ഉപയോഗിക്കേണ്ടി വരും. വിശ്വനാഥൻ സാറിനെ പോലൊരാളില്ലെങ്കിൽ ഇതൊന്നും നടക്കൂലേനും. ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോ ചില ആളുകള് ദൈവത്തിനെ പോലെ നമ്മളെ മുന്നിൽ വന്ന് പ്രത്യക്ഷപ്പെടും. ദൈവത്തിനെ പോലെയല്ല, സാർ എനിക്ക് ദൈവം തന്നെ. മീൻ ചൂണ്ടയിൽ കൊത്തി കഴിഞ്ഞു. മീനാക്ഷി ശരിക്കും പെട്ടു. ഇത്ര ഈസിയായി സുധാമണിയുടെ ഐഡിയ വർക്കൗട്ട് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ശരിയാണ് സാർ. ഒരു സിംഗിൾ മീറ്റിംഗിൽ ഇതിന് പരിഹാരം ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഇനി 3 മാസത്തേക്ക് ടെൻഷനൊന്നുമില്ലാതെ സമാധാനമായിട്ടിരിക്കാം. സുധാമണിയുടെ ഐഡിയ കൊണ്ട് 2 ലക്ഷ്യങ്ങളാണ് സാധിച്ചു കിട്ടിയത്. 1, സ്കൂളിൽ തനിക്കുള്ള സ്ഥാനം സുധാമണി നേടിയെടുത്തു. 2, മകൾ നന്നായി പഠിക്കുമെന്നുള്ള ഷുവർട്ടിയും അവർക്ക് കിട്ടി. എക്സാക്ട്ലി. അടിസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കാത്ത ഒരാൾ ഇത്രയ്ക്കും ബുദ്ധിമതിയാണെങ്കിൽ ആ സ്ത്രീക്ക് മാന്യമായ വിദ്യാഭ്യാസം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ അവരെന്തുമാത്രം സമർത്ഥയാവുന്നു ഒന്ന് ആലോചിച്ച് നോക്കുക. യു സെഡ് ഇറ്റ് സാർ. നമ്മളിപ്പോ കളിച്ചത് ഒരു നാടകമാണെങ്കിലും അതിൽ യാതൊരു തരത്തിലുള്ള കുറ്റബോധവും നമുക്കുണ്ടാകേണ്ട കാര്യമില്ല സാർ. സുധാമണിയുടെ പഴയ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ സാറിന് തന്ന കത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ അവർ നമ്മുടെ സ്കൂളിനും ഒരു മുതൽക്കൂട്ടാവുമെന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. മീൻ മാർക്കറ്റിലെ ലേലം വിളി പോലെയായിരുന്നു ഇന്ന് വിശ്വനാഥൻ സാറിന്റെ ഓഫീസിൽ സംഭവിച്ചത്. ഒക്കെ അമ്മ കാരണ. എന്താണ് അമ്മയുടെ പ്രശ്നമെന്ന് സത്യമായിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല. മറ്റുള്ളവരുടെ അമ്മമാരെ പോലെ ഒരു സാധാരണ അമ്മയായിരിക്കാൻ അവർക്കെന്താ പറ്റാത്തെ? എന്റെ മീനു, ഇത്രയും നല്ലൊരു അമ്മയെ കിട്ടിയത് നിന്റെ മുൻജന്മ സുഹൃതം കൊണ്ടാ. നിന്റെ അമ്മ ഒരു സാധാരണ സ്ത്രീ ആയിരുന്നെങ്കിൽ ഇത്രയും വലിയൊരു സ്കൂളിൽ നീ പഠിക്കില്ലായിരുന്നു. ചെറുതാണെങ്കിലും ഇത്രയും സൗകര്യമുള്ളൊരു വീട് നിങ്ങൾക്കുണ്ടാവില്ലായിരുന്നു. ഇത്രയും നല്ല വസ്ത്രങ്ങൾ നീ ധരിക്കില്ലായിരുന്നു. ഒന്നുമില്ലായ്മയിൽ നിന്ന് നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടാക്കി തന്ന ആ അമ്മയെ ബഹുമാനിക്കാൻ ആദ്യം പഠിക്കും. അമ്മ ഇങ്ങനെ ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുന്നേ വരെ എനിക്ക് അമ്മയോട് യാതൊരു ബഹുമാനക്കുറവും ഉണ്ടായിട്ടില്ല. എന്തായാലും ഞാൻ എന്റെ സ്കൂളിൽ ഡിവിഷൻ മാറാൻ പോവാ. അമ്മയോടൊപ്പം ഒരേ ഡിവിഷനിൽ ഇരുന്ന് പഠിക്കാൻ ഒരിക്കലും എന്നെ കൊണ്ട് പറ്റില്ല മഞ്ജുള ആന്റി. അത് മാത്രമല്ല, ഈ പ്രാവശ്യം എങ്ങനെയെങ്കിലും 80% മാർക്ക് വാങ്ങി പാസ്സാവും. ആന്റി നോക്കിക്കോ. മഞ്ജു. ആ പ്രവീണേട്ടാ, ഇവിടെ മീനൂട്ടുണ്ട്, കാണിച്ചു തരാം. ദേ. ഹായ് മീനു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? അവളുടെ പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഈ വർഷം 80% മുകളിൽ മാർക്ക് വാങ്ങുമെന്ന് അവള് വാക്ക് തന്നിരിക്കുക. 80% ഇപ്പോഴത്തെ കാലത്ത് വളരെ കുറവാണ്. ഒന്നുകൂടി ശ്രമിച്ച് എങ്ങനെയെങ്കിലും 90-ലെത്തിക്കാൻ നോക്ക്. പിന്നെ സുധാമണി ചേച്ചിക്ക് സുഖാണോ? പിന്നെ പരമസുഖല്ലേ. നിങ്ങൾ സംസാരിക്കേ, ഞാൻ എന്തായാലും കട്ടുറും പോകുന്നില്ല. ബൈ പ്രവീൺ അങ്കിൾ. ബൈ ബൈ. അതെ, അടുത്ത ആഴ്ച എന്താ നിന്റെ പരിപാടി? എന്ത് ചോദ്യ പ്രവീണേട്ടാ,
എനിക്ക് എന്ത് പരിപാടിയാ? അമ്മയുടെ കാര്യങ്ങൾ നോക്കി ഇവിടെ ഇരിക്കുക. അതുപോട്ടെ, എന്താ പതിവില്ലാതെ ഇങ്ങനൊരു ചോദ്യം? അല്ല, ഞാൻ അടുത്ത ആഴ്ച ഒന്നങ്ങോട്ട് വന്നാലോ എന്ന് ആലോചിക്കുക. സത്യമായിട്ടും? അതെ മോളെ. അമ്മേ, ഇത് കേട്ടോ? പ്രവീണേട്ടൻ അടുത്ത ആഴ്ച നാട്ടിലേക്ക് വരുന്നെന്ന്. ആണോ മോളെ? ആ, വേഗം വാ. ദേ അമ്മ വരുന്നുണ്ടേ. ആ മോനെ, അമ്മേ, ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട്? എന്റെ ഈ പൊന്നുമോളുള്ളതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതിരിക്കുക. നിങ്ങൾ സംസാരിച്ചിരിക്കുക. ഞാനൊന്ന് പൂജാമുറി പോയി ഭഗവാനെ വിളിച്ചിട്ട് വരാം. പൂജാമുറിയിലേക്കെന്ന് ചുമ്മാ പറഞ്ഞിട്ട് പോയതാ. നേരെ ബാത്റൂമിൽ കയറി കഥ കടച്ചിട്ട് കരയാനാ പരിപാടി. എന്തായാലും എന്റെ ഒരാഴ്ചത്തെ ഉറക്കം പോയി കിട്ടി. ഞാൻ പറഞ്ഞത് ബാലുവിന് മനസ്സിലായോ? കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷേ ഞാനതില് ഒട്ടും ഓവർ എക്സൈറ്റഡ് അല്ല. പക്ഷെ ഈ തീരുമാനം എന്തുകൊണ്ട് നന്നായെന്നാ എനിക്ക് തോന്നുന്നത്. മോളിതെപ്പോ വന്നു? കുറച്ചു നേരം ആൻറ്റി. അല്ല, ഇതെന്താ ആരും ജോലിക്കൊന്നും പോയിട്ടില്ല? ഇന്ന് വർക്ക് ഫ്രം ഹോം ആവട്ടെ എന്നങ്ങ് തീരുമാനിച്ചു. താങ്ക്സ് ടു ദിസ് ലാപ്ടോപ്പ്. ഞാൻ അമ്മയെ കാണാൻ വന്നതാ. ദേ ഈ സ്വീറ്റ്സ് തരാൻ. എന്തിനാ ഇത്? സ്കൂളിലേക്ക് പോകുന്നില്ല എന്ന തീരുമാനം മാറ്റിയതിന്. ഒരാള് കട്ടക്കലിപ്പിലിരുന്ന് പഠിക്കുക. അമ്മേനെ തോപ്പിക്കാൻ വേണ്ടിട്ടാണെങ്കിലും ഓള് വാശിയോടെ പഠിക്കട്ടെ. പഠിച്ച് നല്ല മാർക്ക് വാങ്ങട്ടെ. നിങ്ങൾ രണ്ടുപേരും ഒരിക്കലും പരാജയപ്പെടില്ല. അമ്മയുടെ പ്ലാൻ പെർഫെക്റ്റ് ആയിരുന്നു. എനക്കങ്ങനെ ഒരു പ്ലാനും ഇല്ല മോളെ. ഓരോ സമയത്തും ദൈവം ഓരോന്ന് തോന്നിപ്പിക്കുന്നു. ആ തീരുമാനത്തിലൂടെ ഞാൻ മുന്നോട്ട് പോകുന്നു, അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ജീവിതത്തിന്റെ പ്രതിസന്ധികളോടും കഷ്ടപ്പാടുകളോടും പോരാടുന്ന ഒരുപാട് സ്ത്രീകൾ നമുക്കിടയിലുണ്ട്. ദാരിദ്ര്യവും അവഗണനയും അനുഭവിക്കുന്നവരുണ്ട്. പക്ഷേ അവരിൽ കൂടുതൽ പേരും ജീവിതത്തിൽ വിജയിക്കാറില്ല. പക്ഷേ അമ്മയുടേത് ഉറപ്പായും ഒരു സക്സസ് സ്റ്റോറിയാ. എന്താ അതിന്റെ കാരണം എന്നറിയോ? സാധാരണക്കാരിയായ ഒരു സ്ത്രീയായിരുന്നിട്ടും ദുർബലമായ ചുറ്റുപാടുകളെ സ്വന്തം ബുദ്ധിശക്തി കൊണ്ട് അമ്മയുടെ വഴിക്ക് കൊണ്ടുവരാൻ അമ്മയ്ക്ക് കഴിഞ്ഞു. അതിന് കാരണം എപ്പോഴും അമ്മ കണ്ടെത്തുന്ന ചില പ്ലാനുകളാണ്. സത്യത്തിലൊരു സ്ത്രീ എന്ന നിലയിൽ എനിക്കിപ്പോ അമ്മയുടെ വലിയ ബഹുമാനാ തോന്നുന്നേ. മോളി പറഞ്ഞ നല്ല വാക്കുകൾക്കെല്ലാം ഒരുപാട് നന്ദി. അങ്ങനെ മനഃപൂർവ്വം ഞാനൊന്നും തീരുമാനിച്ച് ചെയ്തിട്ടില്ല. പരിഹാസം കൊണ്ടും ആക്ഷേപം കൊണ്ടും ഇല്ലായ്മ കൊണ്ടും പാതാളത്തിലേക്ക് താണു താണു പോകുമ്പോ മരിക്കണമെന്ന് വരെ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരെല്ലാം എന്റെ മക്കളെ ശബ്ദം എന്റെ ചെവിയിൽ മുഴങ്ങും. അറിയാവുന്ന എല്ലാ ഈശ്വരന്മാരെയും വിളിച്ച് പ്രാർത്ഥിക്കും. എന്റെ ഉള്ളിലേക്ക് ഒരു വെളിച്ചം ഇങ്ങനെ തെളിഞ്ഞു വരും. പിന്നെ രണ്ടും കൽപ്പിച്ചൊരു ഓട്ട. മുമ്പിൽ ഇരുട്ടാണോ മഴയാണോ കൊടുങ്കാറ്റോ എന്നൊന്നും ചിന്തിക്കലേ ഇല്ല. ആ ഓട്ടപ്പാച്ചില എന്നെ ഇതുവരെ കൊണ്ടുവന്നെത്തിച്ച്. ആ എന്നോടാ എന്റെ മോളിപ്പം വാശി പിടിക്കുന്നത്. തോപ്പിക്കാൻ വേണ്ടിയാണെങ്കിലും ജീവൻ മരണ പോരാട്ടം പോലെ ഓളിപ്പോ പഠിക്കുന്നുണ്ടല്ലോ. എനിക്കത് മതി. അല്ലാണ്ട് എനിക്ക് വേണ്ടി ഓളുടെ പഠനം മുടക്കുന്ന ഒരു പാദവും ഞാൻ ചെയ്യൂല. അയ്യോ, എന്തെല്ലോ പറഞ്ഞ് സമയം പോയി. ഒരു ചായ തരുന്ന കാര്യം പോലും ഞാൻ ചോദിച്ചില്ല. മോളിരിക്കേ, ഞാനിപ്പോ ചായ എടുത്തു വരാം. അത് വേണ്ട ആന്റി, ഇവിടെ ഇരിക്കെ. ഇന്ന് സാഗറും ബാലും കൂടി പോയി ചായ എടുത്തോണ്ട് വരും.
വാ മീനാക്ഷി. പഠിക്കാനിരുന്നോണ്ടാ മീനാക്ഷി ഞാൻ ശല്യപ്പെടുത്തായിരുന്നത്. ദേ ഈ മധുരം കഴിക്കേ. വേണ്ട, എനിക്ക് ആരുടെ സൽക്കാരം ഒന്നും വേണ്ട.